മച്ചാനെ ഞാൻ താടി വളരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ബിയേർഡ് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത മെഡിസിനും മരുന്നുകൾക്കൊന്നും കൈയും കണക്കൂല. ആവണക്കെണ്ണ, നിലവിളക്കെണ്ണ, ബിയേർഡ് ഓയിൽ, അത് ഇത് ചപ്പ് ചവർന്നോട്ട് കണ്ട കൺട്രാവികളെല്ലാം മേടിച്ച് തേച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന മെഡിസിൻ യൂസ് ചെയ്ത സമയത്താണ് എനിക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടായത്. 95%, 95% നിങ്ങൾക്ക് താടി വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു മെഡിസിനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന. മെഡിസിനാണ് മച്ചാനെ, മരുന്നാണ് മച്ചാനെ. ഒരിക്കലും ഇതൊരു ഓയിലല്ല. ഓക്കെ, നമ്മൾ നോർമലി മുടിയിലൊക്കെ യൂസ് ചെയ്യുന്ന മാതിരി ഒരു ഓയിലല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, മെഡിസിനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന. സോ അതിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സംസാരിക്കുന്ന ആണുങ്ങൾക്കുള്ള ഫാഷൻ, സ്റ്റൈൽ, ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, റിലേഷൻഷിപ്പ് ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അതിലേതിലെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള മണി അടിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് കയറി വരിക. കംപ്ലീറ്റ്ലി ഒരു മെൻസ് കോർണറാണ് മച്ചാനെ നമ്മുടെ ഈ ചാനൽ. സോ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന മാതിരി നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി പടർന്ന് പന്തലിക്കും. സോ പ്ലീസ് ഡു ഇറ്റ് മച്ചാൻ. നമ്മുടെയൊക്കെ കൂട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് നല്ല കട്ട താടിയൊക്കെ ഷേപ്പ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്കൊക്കെ വന്ന് ഷോ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കുശുമ്പ് കയറി പൊണ്ടാറടങ്ങി നമ്മൾ ചോദിക്കും, എടാ നിനക്ക് നല്ല താടി ഉണ്ടല്ലേ, എനിക്ക് താടി ഇല്ലടാ എന്ന് പറയുന്ന സമയത്ത് സ്നേഹനിധിയായ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അടുത്ത് പറയും, എടാ താടി ഇല്ലായിരിക്കുന്നതാണോ നല്ലത്, താടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ബാർബർ ഷോപ്പിൽ പോയി ഷേവ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, 100 രൂപ അവന് കൊടുക്കണം, ഭയങ്കര മെനക്കേടാണ്ടാ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താടിക്കകത്ത് ചൊറിച്ചിൽ വരും, വീർക്കുന്ന സമയത്ത് ചൊറിച്ചിൽ വരും, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, ഒരു ഭാരം എന്നൊക്കെ തെണ്ടി നമ്മളെടുത്ത് പറയും. നമുക്ക് സ്വാഭാവികമായിട്ടും നെഞ്ചിനകത്തൊക്കെ ഒരു ഭയങ്കര ഒരു കുത്തലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, ഓ അങ്ങനെയാണല്ലേ, അപ്പൊ എനിക്ക് താടി ഇല്ലാത്ത എന്നടാ നല്ലത്. പക്ഷെ മച്ചാനെ എനിക്കറിയാം താടി ഇല്ലായിരിക്കുന്നവന്റെ വിഷമം, താടി ഇല്ലായിരിക്കുന്നവന്റെ വേദന. കാരണം ഞാൻ ഈ വേദന ഒരുപാട് അനുഭവിച്ചതാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന മാതിരി ഒരു കോലമായിരുന്നു മച്ചാനെ ഞാൻ. ആ കോലത്തിൽ നിന്നും ഇപ്പൊ നിങ്ങൾ കാണുന്ന മാതിരി, കാണുന്നുണ്ടോന്ന് അറിയത്തില്ല, നിങ്ങൾ കാണുന്ന മാതിരി ഇപ്പോൾ ഇത്രയും താടി, അതായത് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇവന് താടി ഉണ്ടല്ലോ എന്ന് പറയുന്ന മാതിരി, അല്ലെങ്കിൽ ഇവന് താടി ഇല്ലല്ലോ എന്ന് പറയാത്ത മാതിരി ഉള്ള താടി എനിക്കുണ്ട്. സോ അത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രം ആ മെഡിസിൻ. ഇവിടെ ഇതാണ് മച്ചാനെ സാധനം, മിനോക്സിഡൈലാണ്. ഓക്കെ, ഞാൻ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മച്ചാനെ. ഈ 2 ബോട്ടിലും ഞാൻ യൂസ് ചെയ്ത ഈ ഫോട്ടോ ഒരു 5-6 വർഷം മുന്നേ ഉള്ള ഫോട്ടോയാ, മനസ്സിലായ? 6 വർഷത്തിന് ശേഷം 2019 ഞാൻ യൂസ് ചെയ്ത സാധനമാണത്. 2 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് തന്നെ ഇത്രയും ഡിഫറൻസ് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ യൂസ് ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മിനോക്സിഡൈൽ ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുന്നതിന് മുന്നേ മിനോക്സിഡൈലിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, മുടി വളരുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു മെഡിസിനേ അല്ല. അങ്ങനെ 90s അൾസറിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ ഒരു മെഡിസിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഇടയിൽ ഈ മിനോക്സിഡൈൽ എന്നൊരു ഈ സാധനം കണ്ടുപിടിച്ചു. ഓക്കെ, ഈ സാധനം യൂസ് ചെയ്ത സമയത്ത് അവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഒരു റിസൾട്ട് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ബ്ലഡ് പ്രഷർ, അതായത് BP ഭയങ്കരമായിട്ട് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഡോക്ടർമാരെ കണ്ടുപിടിച്ചു. അത് പ്രകാരം അവർ ടാബ്ലറ്റ് ഫോമിൽ ഇത് BP പേഷ്യൻസിന് കൊടുക്കുന്ന സമയത്ത് അവിടെയും അവർക്ക് ഷോക്കിംഗ് ആയിട്ട് റിസൾട്ട് കണ്ടെന്ന് പറഞ്ഞാൽ ഈ BP ക്യൂർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ മുടിയും ഹെയർ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങി. കൊഴിഞ്ഞു പോയ ഹെയർ വരെ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അൺബിലീവബിൾ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വന്നതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എന്ത് ചെയ്തു, ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് ഇത് പരീക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ ഫോമിൽ ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടേഴ്സ് ശ്രദ്ധിച്ച കാര്യം, പേഷ്യൻസിന്റെ ഫിസിക്കൽ കണ്ടീഷൻ, BP കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻ പ്ലസ് അവരുടെ സ്കിൻ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അത് യൂസ് ചെയ്തത്. പക്ഷെ യൂസ് ചെയ്ത സമയത്ത് അവർക്ക് 95% റിസൾട്ടാണ് കിട്ടിയത്. എല്ലാവർക്കും ഹെയർ ഗ്രോത്ത് ചെയ്തു. അതുകൊണ്ട് തന്നെ മച്ചാനെ, നിങ്ങൾ ഈ മിനോക്സിഡൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറിന്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഞാൻ യൂസ് ചെയ്തു, എനിക്ക് താടി വന്നു, ഉറപ്പായിട്ടും താടി വന്നു. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, BP ഭയങ്കരമായിട്ട് കയറുന്ന മാതിരിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും താടി വരുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞാൻ അത് വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നു. 2 ബോട്ടിൽ യൂസ് ചെയ്തു. പക്ഷെ 2 ബോട്ടിൽ യൂസ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ എനിക്ക് അത്യാവശ്യം താടി വന്നു. അതിൽ ഞാൻ നിർത്തി. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിനകത്ത് പകുതി ഇപ്പോഴും ബാലൻസ് ആണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇതിനകത്ത് ഇപ്പോഴും പകുതി ബാലൻസ് ഇരിപ്പുണ്ട്. പക്ഷേ ഇത് ഞാനത് അവിടെ വെച്ച് നിർത്തിയതാണ്. കാരണം എനിക്ക് ആ പെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തിയത്. എനിക്ക് കുഴപ്പമില്ലാതൊരു താടി വന്നതുകൊണ്ട് ഞാനത് നിർത്തി. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കമ്പൾസറി ഒരു ഡോക്ടറെ കണ്ടിരിക്കണം. ഇത് ഞാൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഓർഡർ ചെയ്ത് വരുത്തി കഴിഞ്ഞാൽ ഫുൾ പാക്കിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുമാതിരി ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്പ്രേയറിനുള്ള ഒരു നിബ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫില്ലർ മാതിരി ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ ഫില്ലർ വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോട്ടിൽ എടുക്കുക, ഈ ബോട്ടിൽ എടുത്തിട്ട് ഈ ഫില്ലർ ഇതിനകത്തേക്ക്
ഇറക്കി ജക്കിയ എടുക്കുക. അതായത് ഇതിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ml. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ml ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. 0.1 താഴെയൊക്കെ വെച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കി ഇതുകൊണ്ട് തന്നെ കറക്റ്റ് ചെയ്ത് ഇതുകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഒഴിക്കുന്നു, കറക്റ്റ് ചെയ്യുന്നു, ഇതുകൊണ്ട് തന്നെ തേക്കുന്നു കംപ്ലീറ്റ്ലി. മീശയിലും വായിലൊന്നും പോരുത് കേട്ടോ ഒരിക്കലും. എയർ വരേണ്ട ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ഒഴിച്ചിട്ട് ഇതുമാതിരി ഇതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇതുകൊണ്ട് തന്നെ മൊത്തത്തിലാക്കി കഴിഞ്ഞതിന് ശേഷം 2 വിരൽ മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. കുറച്ച് ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. മസാജ് ചെയ്ത് ഇത് പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന സമയത്ത് ഞാനൊരു കോംബ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഹെയർ ഗ്രോത്തായി വരേണ്ട ഭാഗത്തേക്ക് ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഓക്കെ, അതും നല്ലതാണ്. കാര്യം വെച്ചാൽ ഇവിടെ ഇങ്ങനെ ആക്ടിവേറ്റ് ആവുന്നതിനനുസരിച്ച് അവിടത്തേക്ക് ബ്ലഡ് ഫ്ലോ വന്നുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ഏറ്റവും കൂടുതലാക്കും. ഈ മെഡിസിൻ ഈ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുതലാക്കും. ഡെഡ് സെൽസിനെയൊക്കെ മാറ്റി ബ്ലഡ് ഫ്ലോ കൂടുതലാക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുതലുമാണ്. അത് ടെൻഡൻസി കാരണം കൊണ്ട് തന്നെ അവിടെ ഹെയർ വരവും ചെയ്യും. ഒരു തവണ 1 ml യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഡെയിലി 2 നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും. പക്ഷെ ഞാൻ യൂസ് ചെയ്തിരുന്ന നൈറ്റിലാണ്. നൈറ്റിൽ ഞാനത് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞ മാതിരി ചെയ്ത ശേഷം കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നോർമൽ വാട്ടറിൽ, ചൂടുള്ള തണുത്ത വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമൽ വാട്ടറിൽ ഞാൻ ജസ്റ്റ് വാഷ് ചെയ്ത് കളയും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ചിലർക്ക് ഭയങ്കരമായിട്ട് മോക്കുരു വരും, ചിലപ്പോൾ വലിയ ചൊറിച്ചിൽ വരും, ഭയങ്കരമായിട്ട് നീരൊക്കെ അടിച്ച് വരികയൊക്കെ ചെയ്യും. സോ എനിക്ക് തന്നെ അത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ വേദന എടുക്കുന്ന മാതിരി തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും. ഓക്കെ, സോ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ, ഈ സാധനം റെഡ് ഏഞ്ചൽ, ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്തത്. അതായത് രാത്രി ഞാൻ മിനോക്സിഡൈൽ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ മോർണിംഗിൽ ഈ സാധനം ഞാൻ എടുത്ത് ജെന്റ്ലി മസാജ് ചെയ്യും. ഇതൊരു കുപ്പി ബോട്ടിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈ സാധനം ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്യായിരുന്നു. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ഈ സാധനം മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഏതെങ്കിലും ഒരു ബിയർഡ് ഓയിലോ അതല്ലെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ, കുളിക്കുന്നതിന് മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ കുറച്ച് സമയം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കുളിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയുടെ ആ ജെല്ലി എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും സൂപ്പർ. ഒരു സൈഡ് എഫക്റ്റും കാണത്തില്ല മച്ചാനെ. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡ്രൈനെസ് മാറി സ്കിന്നിനെ ഒന്ന് മോയ്സ്ചർ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബ്രോ, നിങ്ങൾ 18 വയസ്സിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യരുത്. ഐ ആം 30 years old. ഓക്കെ, ഞാൻ എൻ്റെ 25-ാമത്തെ 26-ാമത്തെ വയസ്സിലാണ് ഈ സാധനം യൂസ് ചെയ്തത്. ഇപ്പം എനിക്ക് 30 വയസ്സായി. ഞാൻ എൻ്റെ 25-ലും 26-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് ഞാനത് യൂസ് ചെയ്തത്? കാര്യം അന്നേരത്തെ എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, വരത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനത് യൂസ് ചെയ്തത്. സോ നിങ്ങൾ 20-നും 18-നൊക്കെ താഴെയാണ് ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരും. നിങ്ങൾ 20-ന് താഴെയാണ്, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല മച്ചാനെ, എനിക്ക് സാധനം വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. പക്ഷേ മച്ചാനെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിരിക്കണം. ഓക്കെ, സോ മച്ചാനെ ഇത്ര തന്നെയുള്ള ഈ വീഡിയോയിൽ. ഞാൻ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ വീഡിയോയുടെ അകത്ത് വന്നിട്ട് മച്ചാനെ താടിയുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും പറയോ, താടി വരാനായിട്ടുള്ള ടിപ്സ് ഒക്കെ പറയോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ കമ്പൾസറി ഡോക്ടറെ കണ്ടിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആണുങ്ങൾക്കുള്ള ഫാഷൻ ടിപ്സ് കംപ്ലീറ്റ് നമ്മൾ ഈ ചാനലിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉൾപ്പെടെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം മച്ചാനെ. എല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കുക, സ്റ്റൈലായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ബൈ ഫോർ നൗ, അൻറ്റിൽ ദി നെക്സ്റ്റ് വീഡിയോ. മച്ചാനെ ഡോക്ടറെ കാണണം കേട്ടോ.